നമസ്കാരം. സ്വന്തം കഴിവുകൊണ്ട് ലോകത്തെ വിസ്മയം കൊള്ളിച്ച പെൺകരുത്തിന്റെ ഈ ആഘോഷ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. So let's begin the show. This is Red Carpet. ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് കലാ ദമ്പതികളാണ്. പേഴ്സണലി എനിക്ക് ഇവര് എൻ്റെ ഫാമിലി പോലെയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അഭിനേത്രിയും ഒപ്പം ഏറ്റവും കൂടുതൽ കലയെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗായകനും കൂടിയായ ആ കലാകാരിയുടെ ഭർത്താവും. അങ്ങനെ ഒരു കിടിലൻ കോമ്പിനേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ലക്ഷ്മി പ്രിയ ആൻഡ് ജയദേവ്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖാണ്. ഇപ്പൊ ഈ വീടിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ പെരുമാറണം, അടുത്ത് വരാവോ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാവോ, ഹഗ് ചെയ്യാവോ ഇവൻ ഇപ്പൊ ഷൂട്ടിന് വരുമ്പോ എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടതെന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ ഇടിയായി ഇടി. അപ്പൊ നമുക്ക് എന്തായാലും ആഘോഷമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പൊ അതിലേക്ക് ഞാൻ ലക്ഷ്മിപ്രിയ ചേച്ചിയും നമ്മുടെ സ്വന്തം ജയദേവ് എന്നാണ് പേരെങ്കിലും ഞങ്ങളൊക്കെ ജയശേട്ടാ ജയശേട്ടാന്ന് വിളിക്കുന്നത്. അപ്പൊ ജയശേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ജയശേട്ടൻ ഒരു ആർജി ആയിരുന്നു, റേഡിയോ മാൻ ജയദേവ് എന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് പട്ടണക്കാട് പുരുഷോത്തമൻ, അദ്ദേഹത്തിന്റെ മകനായ ജയദേവിന്റെ ജീവിതത്തിലേക്ക് പച്ചപ്പാവാടിട്ട് ഈ പൊട്ടിപ്പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അല്ലാതെ പാവാടായിട്ട് വരുന്ന 18 വയസ്സുള്ള ഒരു പെൺകുട്ടി പൊട്ടിയായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരിമാര്, ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എവിടെ പോയാലും ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമ്മൾ നന്നാക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിന്റെ റിസ്ക് സ്വയം ഏറ്റെടുത്ത് നല്ല ചോറും തൈരും ഉപദേശങ്ങളും കൊടുത്താണ് അടി കൊടുത്തിട്ടുണ്ടോ? നുള്ള അടിപ്പിച്ച് ചെല്ലും ചിലവും എന്ന് പറയില്ലേ, അതെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പെടും, ഈ ചിലവിൽ പെടുന്ന. ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി എങ്ങനെ അടിക്കാൻ തോന്നി? അയ്യോ, അങ്ങനൊന്നും അടിച്ചിട്ടില്ല. അല്ല, പെൺകുട്ടികളുടെ നിഷ്കളങ്കമായ മുഖം കാണണമെങ്കിൽ വീടിന് പുറത്തിറങ്ങണം. നിങ്ങൾ യഥാർത്ഥ മുഖം കണ്ടിട്ടില്ല എന്റെ വീട്ടില്. ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു പാട്ടുകാരനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് തന്നെ എനിക്ക് എപ്പോഴും പാട്ട് പാടിത്തരും, വീട്ടിൽ എപ്പോഴും പാട്ടായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ ഏത് സമയം രാധയ്ക്ക് വേണ്ടി ഉടക്കുകൾ വായിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതായത് ഉദ്ദേശിക്കുന്നത് വീട്ടില് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുകയാണെങ്കിൽ ജയശേഷൻ. ഇത് മനുഷ്യ എന്താ മനുഷ്യ വാലിട്ട് ഇതിലൊക്കെ പാടിക്കഴിഞ്ഞാലോ. ഇതിനൊക്കെ ഉത്തരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം തരാൻ പോവാണ്. ആ ഗെയിമിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും ദേഷ്യവും നിങ്ങളുടെ മനപ്പൊരുത്തവും ഒക്കെ അറിയിക്കേണ്ടത്. അപ്പൊ നമ്മുടെ വാശിയേറിയ മത്സരത്തിന് വേണ്ടി ഇതാ ഇവിടെ ജയദേവും ലക്ഷ്മിപ്രിയയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഗെയിം എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ? അങ്ങോട്ട് നോക്കുമ്പോ 3 കുപ്പികൾ കാണാലോ. എന്നെ പോലുള്ള 3 ബോളുകൾ കണ്ടല്ലോ, ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചിരിക്കുന്ന മുഖം ആ ബോൾ വെച്ച് അടിച്ച് തകർക്കണം. എറിഞ്ഞു വീഴ്ത്താൻ ആരാണ്? ലക്ഷ്മി പിടിക്കുകയാണ്. ഞാൻ എറിഞ്ഞതിൽ ആകെ വീണ വസ്തു അത് മാത്രമാണ്. വേറെ ഒരു സാധനം ഞാൻ എറിഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. 1.5 ലക്ഷ്യം തന്നെയായിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗെയിമിന്റെ പേരും കൂടി അങ്ങനെ ഇടാം, ലക്ഷ്യം എന്ന ഗെയിം നമ്മൾ കളിക്കാൻ പോവാണ്. റൂൾസ് റെഗുലേഷൻസ് മനസ്സിലായോ? ഇപ്പൊ ജയശേട്ടനെ കളിക്കുന്നത്, ജയശേട്ടൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ബാസ്കറ്റിലുള്ള ബോൾസ് കുറച്ചുണ്ട്, 10 ബോൾസ് ഉണ്ടാവും. അത് തീരുന്നവരെ എങ്ങനെയെങ്കിലും ആ 3 സ്മൈലീസ് താഴെ ഇടണം. അപ്പൊ തുടങ്ങിയാലോ? യെസ്. അപ്പോ നമ്മൾ ആ ലക്ഷ്യം എന്ന് പറയുന്ന ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. ജയശേട്ടൻ തന്നെ ആദ്യം കളിക്കും. ഓക്കെ? ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞില്ല എറിയാനുള്ള പിടിക്കുന്നു. പക്ഷെ അടുത്തവരെ വന്നിട്ടാ പോകുന്നത്. ഒന്ന് കിട്ടി. അതെ, എന്തായാലും പറഞ്ഞ് നമ്മള് ബോൾസ് തീരുന്നവരെ എറിഞ്ഞ് വീഴ്ത്തണം എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ ഒരു ബോൾ
ഒരു സ്മൈലി ബോൾ തകർത്ത് താഴെ ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പ് ഇല്ലാണ്ട് എറിയാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പറ്റില്ല. ഓ പ്രാക്ടീസ് ഒക്കെ വേണം. ഇത് സാധാരണ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന പോലെ ഈസി അല്ലാന്ന് മനസ്സിലായോ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുതേ. അടിപൊളി. അപ്പൊ ചേച്ചിയോട് നമുക്ക് നോക്കണം നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ എറിയൽ എങ്ങനെയുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ലക്ഷ്മി ചേച്ചി ഓൾ ദി ബെസ്റ്റ്. തകർക്കാം. മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അടുത്തെത്തി പറ്റും. ലക്ഷ്മി ചേച്ചി കറക്റ്റ് ആണ്. അങ്ങനെ തന്നെ. അത് ഞാനാണെന്ന് വിചാരിക്കും. എന്തോ എങ്ങനെ കൊണ്ടു ജയദേവേട്ടന് പ്രാർത്ഥിക്കൂ. ഓം ജയദേവായ നമഃ. ഓം ജയദേവായ നമഃ. ഓം ജയദേവായ നമഃ. പണി വരുന്നുണ്ടവറാച്ച. രണ്ട് ബോള് വീഴ്ത്തിയിരിക്കുകയാണ് ലക്ഷ്മി പ്രേജ്. ലക്ഷ്യമില്ല എന്ന് പറഞ്ഞിട്ടും ഈ ലക്ഷ്യം എന്ന് പറഞ്ഞ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മി പ്രിയാണ്. പക്ഷെ എന്താണോ പിന്നെ ജയദേവായ നമഃ എന്ന് പറയുന്ന മന്ത്രം അല്ല, അത് എന്റെ പേരായിട്ട് മാത്രമല്ല, ജയ്ദേവ് എന്ന് പറഞ്ഞാൽ ദൈവം വിജയിക്കട്ടെ. അല്ല, ഭർത്തൃമതിയായ മറ്റു സ്ത്രീകളൊക്കെ അവരവരുടെ ഭർത്താവിന്റെ പേര് വിളിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ ഭർത്താവിന്റെ പേര് വിളിക്കേണ്ട. അത് മാത്രല്ല, ഭാര്യയുടെ ആ ഒരു എന്താ പറയാ, ഒരു ധർമ്മിഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇതിൽ ജയിച്ചത് ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്, തോറ്റത് ജയദേവേട്ടനാണ്. അപ്പൊ നമുക്ക് ജയദേവേട്ടന് തീർച്ചയായിട്ടും സമ്മതിച്ചതാണെങ്കിലും തോറ്റതാണെങ്കിലും ഇവിടെ പണിഷ്മെന്റ് ഉണ്ട്. ചേച്ചിക്ക് സമ്മാനമുണ്ട്. ശരിക്കും ലക്ഷ്മി ചേച്ചിക്കല്ല, എന്റെ മാധുക്കുട്ടിക്കുള്ള സമ്മാനമാണ്. മാധുവിന് ഇഷ്ടമല്ലേ ഇത്? തീർച്ചയായിട്ടും. ലക്ഷ്മി ചേച്ചിക്ക് ഇഷ്ടമാണല്ലോ. തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നർമ്മം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പൊതുവെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് കാര്യവും എത്ര സീരിയസ് കാര്യം വളരെ ഫണ്ണി രൂപത്തിലെടുത്ത് അങ്ങനെ ജീവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, കോമഡി കസിൻസ് ആണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ലക്ഷ്മി ചേച്ചി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചേട്ടന് ഭയങ്കര തമാശയായിട്ട് പൊട്ടതരമായിട്ട് അല്ലെങ്കിൽ ചേട്ടൻ സ്വന്തം മതിമറന്ന് ചിരിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? അയ്യോ, നിത്യജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഷോ ഇത്ര സമയമുള്ളൂ, ഒരു കാര്യം മതി. ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറയും, ലക്ഷ്മി ഗട്ടർ രാത്രിയാണ്, നമുക്ക് ഈ റോഡിൽ വെളിച്ചില്ലാത്തതുകൊണ്ട് ഗട്ടർ അപ്പം തന്നെ കുറക്കില്ലല്ലോ, അപ്പം നീയോ ഒന്ന് എനിക്ക് ഗട്ടർ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ കിളിയുടെ ജോലി കിളി ഗട്ടർ പറയാറില്ല, എന്നാലും ഒന്ന് എവിടെയാണ് റോഡിൽ എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞോണ്ട് എങ്ങനെയാണെന്നറിയാമോ, ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകും, പട്ടോ നമ്മുടെ കുഴിയിൽ വണ്ടി വീഴും, ചേട്ടാ ഗട്ടർ. വീണ്ടും കാറ് പോകും, പട്ടോ അടുത്ത കുഴിയിൽ ചേട്ടാ രണ്ടാമത്തെ ഗട്ടർ. നമ്മൾ ഇതാണ് ഇങ്ങനെ പറഞ്ഞു തരണേ. നേരത്തെ ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ പ്രശ്നം എന്താ, എനിക്ക് ചേട്ടന് കണ്ണു കാണാൻ പാടില്ല, അതേ അവസ്ഥ തന്നെ എനിക്ക്. അതൊരു സംഭവം. പിന്നെ അടുത്തത് പിന്നെ ജയ്ഷ്, അതെ ഞാൻ തന്നെ പറയാട്ടോ എന്നെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു അമ്പലം കാണുമ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ തൊഴുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ഇടയ്ക്ക് അമ്പലത്തിന്റെ ശിവഭഗവാന്റെ അമ്പലത്തിന്റെ ശിവലിംഗം പോലെ ഇങ്ങനെ കാണുന്നുണ്ട്, ബോർഡ് മാത്രം കാണുന്നുണ്ട്. ഞാൻ അത് നോക്കി നമശേ പറഞ്ഞ് ജപിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം ജയ്ഷേട്ടൻ്റെ അടുത്ത് വെച്ച്, അല്ലേ ലക്ഷ്മി, ഒരു 10 കിലോമീറ്റർ കൂടുമ്പോഴും നീ ശിവന്റെ അമ്പലം കാണുന്നുണ്ട്, എന്താ ഇങ്ങനെ തൊഴുന്ന? ആ ചേട്ടാ, ഞാൻ അമ്പലത്തിന്റെ ഇത് കണ്ടിട്ടാ തൊഴുതത്. അപ്പൊ പറഞ്ഞു അടുത്തത് കാണുമ്പോ ചേട്ടനോട് ഒന്ന് കാണിച്ചു കൊടുക്കണേ പറഞ്ഞു. ഇത്രയും ശിവന്റെ അമ്പലം ഇങ്ങനെ ചേട്ടൻ ഈ റൂട്ടിലൊന്നും പോയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത പെട്രോൾ പമ്പിന്റെ മറ്റേ HP ഇരുട്ടത്ത് രാത്രിയാകുമ്പോ ഇങ്ങനെ കറുത്തൊരു സാധനം വിചാരിക്കും വലിയ ശിവലിംഗം, ഭഗവാനെ പരമശിവ. ഞാൻ പറയാം, എന്താ ലക്ഷ്മി എടീത്, അത് പെട്രോൾ പമ്പിന്റെ ഇതാ, നീ എനിക്ക് ഗട്ടർ പറഞ്ഞു തരണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ വീണ്ടും സംസാരിച്ചു. ഇനി വീണ്ടും നിങ്ങളെ ഞാനൊരു ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. വീണ്ടും ഗെയിം, വീണ്ടും സമ്മാനം, വീണ്ടും പണിഷ്മെന്റ്. അപ്പൊ എനിക്ക് വീണ്ടും പണിഷ്മെന്റ് തരാനാണ് ഉദ്ദേശം? അതങ്ങനെയല്ലോ, അത് ചേട്ടൻ ഇനി അടുത്തതിൽ ചേട്ടൻ ജയിക്കും. അല്ല, ചേട്ടൻ ഓം ലക്ഷ്മിയായ നമഃ ഓം ലക്ഷ്മിയായ നമഃ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു രസകരമായ ഗെയിമിലേക്കാണ് നമ്മള് ഇവരെയും കൊണ്ട് പോവാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ നിങ്ങളെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഉണ്ട്, ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ ഗ്ലാസ് എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടണം.
അതാണ് നിങ്ങളുടെ ഗെയിം. സിമ്പിൾ അത് അല്ലേ? സിമ്പിൾ അല്ലേ, ഒരു ഗ്ലാസ് എടുക്കുക കൊണ്ടിടുക എന്തോ. അയ്യേ, ഞാൻ അങ്ങനെ സിമ്പിൾ ഒന്നും തരില്ല. കുറച്ച് ഇടിവെട്ട് ഗെയിംസ് തരുള്ളൂ. താഴെ ഒരു ബലൂൺ ഇരിക്കുന്നുണ്ടോ? അതുണ്ട്. ആ ബലൂൺ ഇങ്ങനെ നിങ്ങൾ വീർപ്പിച്ചിട്ട് ഗ്ലാസ് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വായുവിലൂടെ അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇടണം. ഗ്ലാസും ബലൂണും ഇടരുത്, ഗ്ലാസ് മാത്രം ഇടണം. അയ്യോ, അപ്പൊ ആ ഊതി വീർപ്പിച്ച് ആ വായു മൊത്തം നമ്മൾ വലിച്ചെടുക്കണമെന്ന്. നോക്കട്ടെ. എന്തായാലും നോക്കാം. ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായ? ആരംഭത്തിൽ അപമാനം. അപ്പൊ നമുക്ക് ബലൂൺ എന്ന് പറയുന്ന ഈ ഗെയിമിലേക്ക് കടക്കാം. റെഡി അല്ലേ? ആദ്യം ആര് കളിക്കും? ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു. ലക്ഷ്മി ചേച്ചി കളിക്കും. ശരി, അപ്പോ റെഡി, 1 2 3 മ്യൂസിക്. അടിപൊളി, വളരെ ഗംഭീരമായിട്ടാണ് ലക്ഷ്മി ചേച്ചി കളിച്ചോണ്ടിരിക്കുന്നത്. സിമ്പിൾ അടുത്ത ബലൂൺ എടുത്തോ. നന്നായിട്ട്. അതെ. വെരി ഗുഡ്. അയ്യോ, കുറച്ചുകൂടി വീർപ്പിക്കണം, അല്ലെങ്കിൽ പോകും. നല്ലൊരു കൈഡ് ലക്ഷ്മി ചേച്ചി കൊടുക്കാം. നന്നായിട്ട് തന്നെയാണ് ലക്ഷ്മി ചേച്ചി കളിച്ചുകൊണ്ടിരിക്കണേ. ചേച്ചി സമയം കഴിയാറായി. മാക്സിമം സമയം കഴിയാ. കഴിഞ്ഞു. സമയം കഴിഞ്ഞു. ലക്ഷ്മി ചേച്ചി ഇട്ട ഗ്ലാസ് 1 2 3 4 5 ഗ്ലാസ്. ഞാൻ 6 ഗ്ലാസ്. അതെ. അപ്പൊ ലക്ഷ്മി ചേച്ചി 5 ഗ്ലാസ്സുകളാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ജയശേട്ടൻ 6 ഗ്ലാസ്സോ 6-ൽ കൂടുതലോ ഇടണം. ഇല്ലെങ്കിലും ഒന്ന് ജയിക്കുവോ? കാരണം ഞാൻ ബലൂൺ ഞാൻ നേരത്തെ ഞാൻ വിളിക്കാനാണ്. കാരണം എന്റെ മോൾക്ക് 24 മണിക്കൂർ ബലൂൺ വീർപ്പിച്ചു കൊടുക്കുക, പൊട്ടിക്കുക. ബലൂൺ വീർപ്പിക്കുക, പൊട്ടിക്കുക. അതാണ് അവളുടെ നിങ്ങളുടെ കളി. അതുകൊണ്ട് നാട്ടുകാർക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ദീപാവലിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ ജയശേട്ടൻ ജയിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. റെഡി അല്ലേ? യെസ്. ജയിച്ചു വരുമെന്ന് പറഞ്ഞ് നമ്മുടെ വലിയ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പോവാണ് ജയശേട്ടൻ. ജയിച്ചു വരും. ഇതിൽ ഞാൻ ജയിച്ചിരിക്കും. ആരോ മത്സവര് അംഗം കുറിച്ചിട്ട് പോകണം. ചെല്ല്. മ്യൂസിക്. അതന്നെ ജയശേട്ടൻ ഊതു. പോട്ടെ. തറയിലേക്ക് പോവോ? അയ്യോ, അതന്നെ എടുത്തോ. രണ്ടെണ്ണം. ബലൂൺ വീണ്ടും പോയി. ജയശേട്ടൻ എന്താ ബലൂൺ കളയുന്നേ? ഇത്ര എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടില്ല. ബലൂൺ വീർപ്പിക്കല് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കളിച്ചിട്ടില്ല. ജയശേട്ടൻ ഇപ്പോ അനുവദിച്ചു തന്നിരിക്കുന്ന സമയം കഴിയാൻ പോവാണ്. റെഡി, 1 2 3 ടൈം ഔട്ട്. ആദ്യത്തിൽ ജയിച്ചില്ല അല്ലേ? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. വിചാരിച്ച പോലെ അല്ലേട്ടാ ഗെയിം. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ബലൂൺ മേടിക്കുന്നു പൊട്ടിക്കുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അപ്പം എനിക്ക് എന്തായാലും വീണ്ടും സന്തോഷമുണ്ട്. എന്റെ ലക്ഷ്മി ചേച്ചി ഈ വേദിയിൽ വീണ്ടും ജയിച്ചു. അപ്പൊ നമുക്ക് വീണ്ടും ലക്ഷ്മി ചേച്ചിക്ക് സമ്മാനമുണ്ട്. ലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പോപ്പിൻസിന്റെ വില ചേച്ചിക്ക് അറിയാത്തോണ്ടാണ്. ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന മിഠായിയാണ്. വാവയുടെ ഫേവറേറ്റ് ആണ്. എന്നാ നോക്ക്, ഇനി നമുക്ക് പണിഷ്മെന്റിലേക്ക് കടക്കാം. പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ജയശേട്ടന് ഒരു പ്രോപ്പർട്ടി തരും. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയശേട്ടൻ. അപ്പൊ അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക. തോറ്റ ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് അതാണ്. അത് ഞങ്ങള് വിശാല മനസ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയോ? പപ്പടം. ആ പപ്പടത്തിന്റെ പേരാണ് ലക്ഷ്മി പപ്പടം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയദേവ്. അപ്പൊ അതിന്റെ പരസ്യം പറയണം.
ലക്ഷ്മി പപ്പടം അങ്ങനെയാണ്, ലക്ഷ്മി പപ്പടം ഇങ്ങനെയാണ്, ലക്ഷ്മി പപ്പടം മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയണം. ആ ഓക്കെ അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങാം. ആഹാ എന്ത് നല്ല പപ്പടം, മിനിക്കുന്ന പപ്പടം. എൻ്റെ ഭാര്യയുടെ കളറും പപ്പടത്തിൻ്റെ കളറും ഏകദേശം സെയിമാണ്. മേക്കപ്പ് ആണെങ്കിലും കൊള്ളാം. പപ്പടത്തിന് മേക്കപ്പ് ഇല്ല, ആൾക്ക് മേക്കപ്പ് ഉണ്ട്. ഏത് എണ്ണയിലിട്ടാലും ഒരു മുരിഞ്ഞു കയറും നല്ല സുന്ദരം പപ്പടം. ഏത് ആഘോഷങ്ങൾക്കും ഈ ലക്ഷ്മി പപ്പടം ഒഴിവാക്കാനേ പറ്റത്തില്ല. ഈ പപ്പടം കൂട്ടി നിങ്ങൾ ഊണ് കഴിച്ചാൽ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഊണ് കഴിക്കാൻ. നിങ്ങൾ ഊണ് കഴിക്കില്ല, ഈ പപ്പടം മാത്രമേ കഴിക്കുള്ളൂ. അത്രയ്ക്ക് മനോഹരമായ പപ്പടമാണ്. പപ്പടം കഴിച്ച് വയറ് നിറച്ച് നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോവാം. കമ്പനിക്കാരനും ലാഭം, നിങ്ങൾക്ക് വയറ്റിലെന്തെങ്കിലും ചെന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇതാ ഈ പപ്പടം മേടിച്ച് കഴിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ശ്രദ്ധിക്കില്ല. ഈ പപ്പടത്തിന്റെ ഭംഗി നോക്കൂ. ലക്ഷ്മി എന്ന് എഴുതി വെച്ചിട്ടില്ല, കാണാൻ ലക്ഷ്മിയെ പോലത്തെ ഒരു പപ്പടമാണ്. ഒരു മുരാമൊഴി പപ്പടം, നല്ല വൃത്താകൃതിയിൽ നമ്മൾ മാനത്തേക്ക് നോക്കിയാൽ അമ്പിളിക്കല പോലെ മിന്നുന്ന, റൗണ്ടിൽ പൂർണ്ണ യന്ത്രം പോലെ പ്രക്ഷോഭിക്കുന്ന ഈ പപ്പടം മേടിച്ച് കഴിക്കൂ. മറ്റുള്ള പപ്പടങ്ങളുടെ കഥ നിങ്ങൾ മറന്നേക്കൂ. ഇനി മുതൽ നമ്മുടെ വീട്ടിലെന്നും പപ്പടം, ലക്ഷ്മി പപ്പടം.